ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കൂരിയ മാറാൻ സമ്മതിച്ചില്ലെങ്കിലോ? ഈ ജൂൺ 19 നടന്ന റിന്യൂവൽ സെൻറ്ററിൽ നടന്ന വൈദിക യോഗം ഉണ്ടായിരുന്നല്ലോ. മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവും അദ്ദേഹത്തിൻ്റെ വികാരി മെത്രാൻ പാമ്പളാനി പിതാവും ഒക്കെ അധ്യക്ഷത വഹിച്ച ആ മീറ്റിംഗ് സമ്മേളനം, അതിൽ ആ വൈദിക യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിമത വൈദികൻ എഴുന്നേറ്റ് നിന്ന് ഒരു ചോദ്യം: കൂരിയ മാറിപ്പോകാൻ വിസമ്മതിച്ചാലോ? കൂരിയയുടെ മാറ്റം അവർ ചർച്ച ചെയ്തു. അങ്ങനെ കൂരിയായി മാറ്റുമെന്ന് ഉറപ്പ് കൊടുക്കുമ്പോൾ ഒരു വിമത വൈദികന് സംശയം: ഇപ്പോഴത്തെ കൂരിയ മാറിപ്പോകാൻ സമ്മതിച്ചില്ലെങ്കിലോ? പെട്ടെന്ന് സദസ് നിശബ്ദരായി. അതുവരെ ഇച്ചിരി അവിടെ ഇവിടെ വർത്തമാനം പറഞ്ഞിരുന്നവരൊക്കെ പെട്ടെന്ന് വർത്തമാനം നിർത്തി. ചോദ്യകർത്താവിനെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു വിമത വൈദികൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു: നമ്മളിപ്പോൾ ചെയ്യുന്നത് പോലെ അവർക്കും ചെയ്യാമല്ലോ. അതായത് മണവാളന് ഇറക്കി വിടാൻ പറഞ്ഞിട്ട് ഇറക്കി വിടുന്നില്ല, ഇറങ്ങി പോകുന്നില്ല. അതുപോലെ സസ്പെൻഷനുള്ള വൈദികർ സസ്പെൻഷൻ ബാധിക്കാത്ത പോലെ മുന്നോട്ട് പോകുന്നു. കൂതാശ വിലക്കുള്ളവർ കൂതാശകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്ഥലം മാറ്റം കൊടുത്തിട്ടുള്ളവർ സ്ഥലം മാറ്റം കിട്ടിയിട്ട് പോകാതിരിക്കുന്നു. ഇങ്ങനെ സ്ഥലം മാറ്റം കൊടുത്തിട്ട് പോകാതിരിക്കുക, ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ പോകാതിരിക്കുക, കൂതാശ വിലക്കുണ്ടായിട്ടും അത് ബാധിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഇപ്പോഴത്തെ കൂരിയാക്കും ചെയ്യാമല്ലോ. ഇങ്ങനെ ഒരല്പം ഈ കൂരിയ ഇറങ്ങിപ്പോയില്ലെങ്കിലോ എന്ന ആ ചോദ്യം വന്നപ്പോൾ കുറേ പേരെങ്കിലും ഒന്ന് സ്തബ്ധരായി. അപ്പോൾ ചെറിയൊരു ചിരിയോടെ അരങ്ങിലെ രണ്ടാമൻ മൈക്ക് കയ്യിലെടുത്ത് ചോദ്യകർത്താവിനോട് ചോദിച്ചു: താനേത് കോത്തായത്തുകാരനാണോ? അവരെ ഇറക്കി വിടാൻ വേണ്ടിയല്ലേ കാനോൻ നിയമം? അപ്പോൾ വേറൊരു വിമത വൈദികന് സംശയം: അല്ല, അങ്ങ് തന്നെയല്ലേ കാനോൻ നിയമം ഏട്ടിലെ പശുവാണെന്നും അതിന് പല്ലും നഖവും ഇല്ലെന്നും നമുക്ക് പോലീസും പട്ടാളവും ഇല്ല, അതുകൊണ്ട് കാനോൻ നിയമമൊന്നും അങ്ങനെ പ്രാവർത്തികമാക്കി ആളുകളെ ഇറക്കി വിടാൻ പറ്റില്ല എന്നൊക്കെ അങ്ങ് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പോൾ അരങ്ങിലെ രണ്ടാമൻ വീണ്ടും പറഞ്ഞു: നിങ്ങൾക്ക് യാതൊന്നും അറിഞ്ഞുകൂടാ. നിയമം ഉപയോഗിക്കേണ്ടിടത്ത് ഉപയോഗിക്കാനും വേണ്ടാത്തിടത്ത് നിയമത്തിന് അതൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു പിടിപ്പിക്കാനും കഴിയുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. നിയമം ഉപയോഗിക്കേണ്ട സ്ഥലത്ത് ഉപയോഗിക്കാനും ഉപയോഗിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് നിയമത്തിനൊന്നും അതൊന്നും ചെയ്യാൻ കഴിയില്ല, അതിന് പല്ലും നഖവും ഇല്ല, നമുക്ക് പോലീസും പട്ടാളവും ഇല്ല, നമുക്ക് കാനോനിക നടപടികൾ എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിടിപ്പിക്കാനും കഴിയുന്നവനാണ് യഥാർത്ഥ ഭരണാധികാരി. ഇതൊക്കെ ഈ വൈദിക യോഗത്തിൻ്റെ ഇതിന് നടക്കുന്ന കാര്യങ്ങളാണ്. ചിലർക്കൊന്നും മനസ്സിലായില്ല ശരിക്കും എന്താണ് ഈ പറഞ്ഞു വരുന്നതെന്നും കാര്യം മനസ്സിലായില്ല. ഈ ഉച്ചയൂണിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു ഈ കുറച്ച് പേര് മനസ്സിലാക്കാത്ത ആളുകൾ ബുദ്ധിജീവികൾ ചുറ്റും കൂടി എന്നിട്ട് പറഞ്ഞു: എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അപ്പോൾ ബുദ്ധിജീവികൾ വിശദീകരിച്ചു കൊടുത്തു: നിയമം, കാനോൻ നിയമം, അതുപോലെ മറ്റു നിയമങ്ങൾ, അതിൻ്റെ വ്യാഖ്യാനം, നടപ്പാക്കാതിരിക്കൽ, ഇതെല്ലാം ഈ ഭരണാധികാരിയുടെ പേനത്തുമ്പിലാണ് അല്ലെങ്കിൽ മനസ്സിലാണ് ഇരിക്കുന്നത്. അദ്ദേഹം മനസ്സ് വെച്ചാൽ അവിടെ നിയമം ഉണ്ടാകും, വ്യാഖ്യാനം ഉണ്ടാകും, നടപ്പാക്കലുണ്ടാകും. അദ്ദേഹം വേണ്ടെന്ന് വെച്ചാലോ, മനസ്സ് വെച്ചില്ലെങ്കിലോ നിയമത്തിന് യാതൊരു ബലവുമില്ല, അത് മുഴുവൻ ലൂപ്പ് ഹോളാണ്, അതുപോലെ തന്നെ അതിന് പല്ലില്ല, നഖമില്ല, നടപ്പാക്കാൻ കഴിയില്ല എന്നൊക്കെ വരും. ഒരു ഉദാഹരണം നോക്കിയാൽ, ഈ റിന്യൂവൽ സെൻറ്ററിൽ ഡയറക്ടർ പോലീസ് പ്രൊട്ടക്ഷൻ ചോദിച്ചു. ഈ റിന്യൂവൽ സെൻറ്ററിൽ ഡയറക്ടർ അവിടെ അയക്കുന്നത് കാനോൻ നിയമപ്രകാരം നിയമിക്കപ്പെട്ടിട്ടല്ലേ? ആ കാനോൻ നിയമത്തെ ബഹുമാനിച്ചുകൊണ്ടല്ലേ ഹൈക്കോടതി ഉത്തരവിട്ടത് പോലീസ് സംരക്ഷണത്തിന്? അപ്പോൾ ഈ കാനോൻ നിയമം ഉപയോഗിക്കാൻ അറിയുന്നവൻ്റെ കയ്യിൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതി വരെ പോയിട്ടും നമുക്ക് അനുകൂലമായി തീരുമാനം എടുക്കാം. അതേസമയം മണവാളനെ ഇറക്കി വിടാനും നിയമം ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കണമെന്ന് ഭരണാധികാരിക്ക് തോന്നണം. സ്ഥലമാറ്റം കൊടുത്തവരുടെ പേരിലും ഈ കാനോൻ നിയമം ഉപയോഗിക്കാം, അത് ഭരണാധികാരിക്ക് തോന്നണം. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തും ഓരോ സമയത്തും. പിന്നെ ഇതിനേക്കാൾക്ക് വലിയൊരു കാര്യമില്ലേ, നമുക്ക് എല്ലാ തരത്തിലും പിന്തുണ അറിയിച്ചുകൊണ്ടും നമുക്കുള്ള തിരക്കഥയുടെ എല്ലാ സംഗതികളും ഇട്ടു തന്നുകൊണ്ടും മൗണ്ട് തോമസിൽ നമ്മുടെ കാനുള്ള വിദഗ്ധനില്ലേ? ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പാമ്പാക്കാനും കഴിയുന്ന നിയമവിദഗ്ധൻ മൗണ്ട് തോമസിലെ അങ്ങോരാണ് നമുക്ക് വേണ്ടി കളിക്കുന്നത്. അപ്പോൾ നമ്മൾ നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ കൂരിയായി ഇറക്കി വിടാനും ഇറക്കി വിടാതിരിക്കാനൊക്കെ അപ്പോൾ കഴിയുമെന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമാകും.
എന്നാലും കുറച്ച് വിമത വൈദികർക്ക് ഇതൊക്കെ ഈ ബുദ്ധിജീവികളുടെ വ്യാഖ്യാനം കേട്ടിട്ടും കുറച്ച് വിമത വൈദികർക്ക്, സാധാരണക്കാരായ വിമത വൈദികരുണ്ട്, അവർക്ക് അങ്ങ് ബോധ്യം വന്നിട്ടില്ല. കൂരിയ ഇറങ്ങിപ്പോകാൻ വിസമ്മതിച്ചാലോ, മണവാളൻ ചെയ്തതുപോലെ, ഈ സ്ഥലം മാറ്റം കൊടുത്തിട്ടും ഇറങ്ങിപ്പോകാത്ത 4 പേര് ചെയ്തതുപോലെ, കൂതാശ വിലക്കുണ്ടായിട്ടും കൂതാശ വില വിലങ്ങാത്തവരെ പോലെ, അല്ലെ കൂതാശ വിലക്ക് മാനിക്കാതെ ചെയ്യുന്നത് പോലെ, അതുപോലെ ഇപ്പം നവവൈദികർ ചെയ്യുന്നത് പോലെ കാനൻ നിയമമെല്ലാം ഈ നിങ്ങൾ പാലിച്ചിട്ട് ഞങ്ങൾ പാലിക്കാം, നിങ്ങൾ ഈ മുമ്പ് അല്ലേ ആദ്യം വന്നവരുടെ ആദ്യം കാനനിലോ ആർക്കാണോ ബാധകമാക്കിയിരിക്കുന്നത് ആദ്യം അവരനുസരിച്ച് ഞങ്ങൾ അനുസരിക്കാം എന്നൊരു നിലപാട് എടുത്താലോ, കൂരി ഇറങ്ങിപ്പോകാതിരുന്നാലോ എന്ന സംശയം ഈ ചില വിമത വൈദികർ ഇപ്പോഴും ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് നേതാവ് പറഞ്ഞതും പിന്നെ ബുദ്ധിജീവികൾ പറഞ്ഞ വ്യാഖ്യാനമൊന്നും അവർക്ക് അങ്ങ് മുഴുവൻ തികച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ നാടകം കാത്തിരുന്ന് കാണാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.